السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, കൊല്ലമ്പാടി ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ്, പച്ചക്കാട് പള്ളിയുടെ ആദരണീയനായ അമരക്കാരൻ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, പച്ചക്കാട് ജമാഅത്തിൻ്റെ പള്ളിയുടെ ജനറൽ സെക്രട്ടറി, ഖജാൻജി, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, ഈ മദ്രസയുടെ ആദരണീയനായ സദർ ഉസ്താദ്, ഞാൻ സേവനം ചെയ്യുന്ന കൊല്ലമ്പാടി മദ്രസയിലെ സദർ ഉസ്താദ്, കണ്ണൂർ ജില്ലക്കാരനും കാസർഗോഡ് സേവനമനുഷ്ഠിക്കുകയും പച്ചക്കാട് താമസമാക്കുകയും ചെയ്ത പ്രിയങ്കരനായ അബ്ദുൾ റഷീദ് ദാരിമി ഉസ്താദ് അവറുകൾ, ദീർഘകാലം ഇവിടെ സേവനം ചെയ്ത നിങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയായ ഉസ്താദ് അവറുകൾ, ഈ മദ്രസയിലെ മറ്റു ഉസ്താദന്മാർ, ഈ പള്ളിയിലെ ഇമാം, സ്റ്റേജിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ, അതേപോലെ ഈ പരിപാടിക്ക് അകമഴിഞ്ഞ് സഹായ നൽകിയ നവാസ്, അല്ലാഹു തആല എല്ലാവരെയും കബൂലാക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടിലെ നല്ലവരായ എൻ്റെ പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, എൻ്റെ മക്കൾ, അല്ലാഹു തആല എല്ലാവരെയും ഖൈറിലും ബർക്കത്തിലുമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, നൂറെ മദീന എന്ന നാമധേയത്തിൽ പച്ചക്കാട് മംബഉൽ ഉലൂം സെക്കൻഡറി മദ്രസയുടെ നബിദിനത്തിനോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളൊക്കെയും, അതേപോലെ തന്നെ ഇന്ന് നടക്കാനുള്ള മജ്ലിസുൻ നൂറും മാഷപ്പ് മത്സരവും ഒക്കെ അൽഹംദുലില്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ അരങ്ങേറുമ്പോൾ നമുക്കായി വളരെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ ഈ വേദിയെ ധന്യമാക്കാൻ ആദരണീയനും ബഹുമാനീയനുമായ സയ്യിദ് സഫിയുല്ലാഹിൽ ആറ്റക്കോയ തങ്ങൾ ഫൈസി ഉസ്താദ് മണ്ണാർക്കാട്, എൻ്റെ ആത്മമിത്രവും, അദ്ദേഹം എത്തിയിട്ടുണ്ട്, വിശ്രമത്തിലാണ്. അല്ലാഹു തആല ദീർഘകാലം ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഈ സംഗമം ഉദ്ഘാടനം നിർവഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. കൂടുതലായി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മജ്ലിസുൻ നൂർ നടക്കാറുണ്ട്. അർഫാത്ത് ഉസ്താദാണെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മജ്ലിസുൻ നൂറിന് ശേഷം ഇവിടെ മാഷപ്പ് മത്സരവും ദുആ സമ്മേളനമൊക്കെ നടക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടികളൊക്കെ വീക്ഷിച്ച് ധന്യമാകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിൽ
മൗലിദ് പാരായണങ്ങളും സലാത്തു മജ്ലിസും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തോടെ റബീഉൽ അവ്വൽ തീർന്നിട്ടുണ്ടാവാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നമുക്ക് ലോകമെമ്പാടും നമുക്ക് കാണാൻ കഴിയും. മുത്തുനബിയുടെ മദ്ഹുകൾ പാടിക്കൊണ്ട് ഹബീബായ റസൂലിനോടുള്ള ആ സ്നേഹം, അതിരറ്റ പ്രേമം പ്രകടമാക്കിക്കൊണ്ട് പല വേദികളും മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. സംഘടിപ്പിക്കപ്പെട്ട മജ്ലിസുകളൊക്കെയും അല്ലാഹു കബൂലാക്കി നാളെ ആരംഭപ്പൂവായ ഹബീബിൻ്റെ ശിഫാർശയ്ക്ക് അർഹരായവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പ്രത്യേകിച്ച് പച്ചക്കാട് നിവാസികളെ, കൊല്ലമ്പാടി നിവാസികളെയും പരിസര മഹല്ല് നിവാസികളെയും ലോക മുസൽമാന്മാരെ ഒക്കെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു فرض على الأمم محمد زينة الدنيا وبهجتها محمد كاشف الغمام والظلم മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജം, അറബികളിലും അനർബികളിലും ഏറ്റവും ഉന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, നമ്മുടെ ആത്മാവ് തന്നെയാണ് മുത്തുനബിയെ കുറിച്ച് ചർച്ച ചെയ്യൽ തന്നെ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമ്മം മുഹമ്മദുൻ സീനത്തുദ് ദുനിയാ വബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗമാമി വദ്ദുലം. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തേക്ക് നമ്മെ നയിച്ച മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബിനെ വേണ്ടതുപോലെ നാം സ്നേഹിക്കുന്നവരായി മാറണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ 3ാം ഖലീഫയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലീഫയായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുമായി വലിയൊരു ബന്ധമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. ആരംഭപ്പൂവിന്റെ വിയോഗ സന്ദർഭങ്ങളിൽ മുത്തുനബി ലോകത്തു നിന്നും വിട പറയാൻ അടുത്തപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാതിൽ മന്ത്രിക്കുകയുണ്ടായി, ഉസ്മാൻ, ഞാൻ ഈ ലോകത്ത് നിന്നും വിട പറയാൻ അടുത്തിരിക്കുകയാ എന്നുള്ള ആ അറിയിപ്പ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. എന്റെ ഹബീബ് ഈ ലോകത്ത് നിന്നും വിട പറയുകയാണോ? പിന്നീട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരോടും സംസാരിക്കാതെ എന്റെ ഹബീബിന്റെ വിയോഗം അടുത്തിരിക്കുകയാണോ എന്നൊരൊറ്റ ചിന്തയാൽ
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞുകൂടി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ മറ്റൊരു ഖലീഫയുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു കാലത്ത് ഉമറിന്റെ പേര് കേട്ടാൽ ലോകം മുഴുവനും വെറുക്കുമായിരുന്നുവെങ്കിൽ അതേ ഉമറിന്റെ നാമം കേൾക്കാൻ ലോകം മുഴുവനും വളരെ ആകാംക്ഷയോടെ കാത്തു നിന്നൊരു സന്ദർഭത്തിലേക്ക്, ഒരവസരത്തിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റിമറിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ ഹിറയിൽ കഴിയുമ്പോൾ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ മാസ്മരിക ശക്തിയിൽ ലോകം മുഴുവനും വെറുക്കപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ചേക്കേറിയിട്ടുണ്ട് എങ്കിൽ അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമ കൊണ്ട് മാത്രമാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കാലത്ത് ഊരിപ്പിടിച്ച വാളുമായി അള്ളാന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമറിന്റെ നാവ് കൊണ്ട് തന്നെ പിന്നീട് പറഞ്ഞു, എന്റെ ഹബീബ് ലോകത്തു നിന്നും വിട പറഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ലോകമാ ഉമറിന്റെ പേര് കേട്ടാൽ വെറുക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ഉമറിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കാർക്കിച്ചു തുപ്പുമായിരുന്നു ഒരു കാലഘട്ടം. ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ലോകം ആദരിക്കുകയുണ്ടായി. ഏതുവരെ ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ രണ്ടാം ഖലീഫയായി അവരോധനം നടത്തപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആ അന്ധകാര നിബിഡമായ ജീവിതത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് നയിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ആ ഹബീബിന്റെ സ്വഭാവ മഹിമ കൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൽ ശത്രുക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ നബിയെ, ഉമർ ഇബ്നുൽ ഖത്താബ് ഇദാ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചസ്വരം അങ്ങ് പ്രഖ്യാപിക്കുക, ഇസ്ലാമിനെ അങ്ങ് പരിചയപ്പെടുത്തുക നബിയെ, ഞാൻ പിന്നിലുണ്ട് എന്ന് ധൈര്യത്തോടെ സധൈര്യത്തോടെ ഹബീബായ റസൂലിന് എല്ലാ ധൈര്യവും പകർന്നു കൊടുത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന 40ാമത്തെ മനുഷ്യനാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന 40ാമത്തെ മനുഷ്യനാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാന്റെ റസൂലിനേക്കാൾ 3 വയസ്സിന് എളുപ്പമുള്ളൂ, അതായത് 3 വയസ്സ് കുറവാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട മകളായ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ പ്രിയപ്പെട്ട മകളായ ഹഫ്സയെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത സംഭവമൊക്കെ നമുക്കറിയാം. അത്ര ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ശൈലി ഈ ലോകത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി മുത്ത് നബിയുടെ പിന്നാലെ കൂടിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള അനേകം മഹത്തുക്കൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്നേഹിച്ചത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്റെ ഹബീബിനെ കവച്ചു വെക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ തന്റെ മകന്റെ വാഹനം, അതായത് കുതിര, മുഹമ്മദ് മുസ്തഫയുടെ വാഹനത്തിന്റെ മുന്നിലേക്ക് കടന്നപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ആ വാഹനം പിന്നിലേക്ക് മാറ്റുക, എന്റെ
എന്റെ ഹബീബിന്റെ വാഹനത്തിന്റെ മുന്നിൽ നിന്റെ വാഹനം പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ആരംഭപ്പൂവായ ഹബീബിന്റെ ചാരത്തു നിന്നുകൊണ്ട് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹബീബിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ആദരവ് എങ്ങനെയാണ് മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് ചരിത്രം വ്യക്തമാക്കി തരുന്നുണ്ട്. അത്രത്തോളം ഏതെല്ലാം ശത്രുക്കൾ മുന്നിൽ വന്നാലും ആ ശത്രുക്കളെയൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് അവരെയൊക്കെ നാമാവിശേഷമാക്കി മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുന്നേറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന്നാസി അശദ്ദു ബലാ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നത് ആരാണ് നബിയെ എന്ന് മുഹമ്മദ് മുസ്തഫയോട് മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അൽ അംബിയാ അൽ അംബിയാ അൽ അംബിയാ, അംബിയാക്കളാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നത്, ഏറ്റവും ബലാ സഹിക്കേണ്ടി വന്നത് അംബിയാക്കളായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ, തൊണ്ടക്കുടിയിൽ നിന്നും ഞങ്ങളുടെ റൂഹ് പിരിയുന്നതുവരെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച മഹത്തുക്കളായ സഹാബി വര്യന്മാർ, അവരാണ് മഹാനായ റസൂലിനെ സ്നേഹിച്ചവർ, അവരാണ് മഹാനായ ഹബീബിനെ സ്നേഹിച്ചവർ. അള്ളാന്റെ റസൂലിനെ നോക്കിക്കൊണ്ട് എത്രയെത്ര സാഹിത്യകാരന്മാർ, എത്രയെത്ര ഗാനമാലപിക്കുന്നവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മുത്തുനബിയെ കുറിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുത്തുനബിയേക്കാൾ സൗന്ദര്യമുള്ള ആരെയും ഞാൻ ഈ ഭൂലോകത്ത് കണ്ടിട്ടില്ല. വ അഹ്സനു മിൻക ലം തറകത്തു ഐനി വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബർരിഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ വ അഹ്സനു മിൻക ലം തലിദിൻ നിസാ. ഓ നബിയേ, അങ്ങയുടെ അത്രയും സൗന്ദര്യമുള്ള ആരെയും ഒരു പെണ്ണും പ്രസവിച്ചിട്ടേ ഇല്ല എന്ന് മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ആരംഭപ്പൂവിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വ അജ്മലു മിൻക ലം തലിദിൻ നിസാ വ അഹ്സനു മിൻക ലം തറഖത്തു ഐൻ, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ആരെയും എൻ്റെ നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സൗന്ദര്യമുണ്ടായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് മിസ്രിലെ പെണ്ണുങ്ങൾ തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് കൈവിരലുകൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, എൻ്റെ ഹബീബിനെ എങ്ങാനും മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ആ മിസ്രിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് അവരുടെ കൈവിരലുകളാണ് മുറിച്ചതെങ്കിൽ എൻ്റെ ഹബീബിനെ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അവരുടെ കവിൾത്തടം വരെ മുറിച്ചു കളയുമായിരുന്നു എന്ന് മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സൗന്ദര്യത്തിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ അനേകം ചരിത്രകാരന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ഈ വേദി, ഈ സംഗമം ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിരമിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു നബി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം. അല്ലാഹുവിനെ കുറിച്ച് അറിയുക, അല്ലാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് മനസ്സിലാക്കുക, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക, ആ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാന്റെ ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കുകയും മുഴുവൻ നബിമാരെ കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിശ്വാസിയായി മാറുക. മാത്രമല്ല ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, നീ പഠിച്ചതനുസരിച്ച് അൽ അമലു ബിഹി, അതുകൊണ്ട് നീ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ നീ തയ്യാറാകണം. മാത്രമല്ല ദഅവത്തു ഇലൈഹി, നീ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനുമായി മാറണം. അസ്സബ്റു അലൽ അദാ, ഈ മേഖലകളിലൊക്കെയും ഏതെങ്കിലും പ്രയാസങ്ങൾ നിനക്ക് സഹിക്കേണ്ടി വന്നാൽ ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാകുന്നുവെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എ മുതൽ ഇസഡ് വരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കൈ കൊണ്ട് നാളെ ഹൗദുൽ കൗസറിൽ നിന്നും പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതന്മാരടക്കം, ഉമറാക്കളടക്കം, ഉസ്താദന്മാരടക്കം, അതേപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉപ്പമാരടക്കം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളടക്കം, എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എൻ്റെ അനുജന്മാരും എൻ്റെ അനുജത്തിമാർക്കൊക്കെ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ഹബീബായ റസൂലിന്റെ തൃക്കൈ കൊണ്ട് ആ പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന ആ മഹത്തായ ആ ദുആയോടെ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഭാഷണത്തിൽ നിന്നും ഞാൻ വിരാമമിടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടുവോളം സ്നേഹിക്കാൻ, ആ ഹബീബിന്റെ റൗളയിൽ എത്തിയിട്ട് ഒന്ന് സലാം പറയാൻ, ആ കൺകുളർക്കെ റൗളയൊന്ന് കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വആഖിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമത്തിൽ ഈ സംഗമം, ഈ സദസ്സ്, ഈ മജ്ലിസ്, ഈ ഒരുമിച്ച് കൂടൽ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.